ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകാൻ പോണേ അറിയോ? ബാംഗ്ലൂർ. സോ നമ്മൾ നേരെ വയനാട്ടിലേക്ക് പിടിക്കുകയാണ്. വയനാട്ടിൽ നിന്ന് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇനി പോകാൻ പോകുന്നത് ഗോപാൽ സ്വാമി പേട്ടിലേക്കാണ്. ഇറ്റ്സ് ഓൾസോ ദ ഹൈസ്റ്റ് പീക്ക് ഇൻ ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്. അതെ ചോപ്പിനെന്തേ പപ്പയ്ക്ക് ഇതിനെ കൊണ്ടെടുക്കാൻ എത്ര ഉണ്ടാവും? മക്കളെക്കാൾ കഷ്ടം എന്തൊക്കെ വേണം നമുക്ക്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ഇവിടെ. ഇതാണ് നമ്മൾ കയറാൻ പോകുന്ന ബസ്. ഞാൻ എങ്ങനെയോ സൈഡ് സീറ്റ് പിടിച്ചു. ആൻഡ് ദ സൈഡ് സീൻ വാസ് സോ ബ്യൂട്ടിഫുൾ. അങ്ങനെ നമ്മൾ മേലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവിടുത്തെ ക്ലൈമറ്റാണ്. കാണുമ്പോൾ ഇത്തിരി വെയിലൊക്കെ ഉള്ള പോലെ തോന്നുമെങ്കിലും അവിടുത്തെ തണുത്ത കാറ്റ്. തിരിച്ചാ ബസ്സിൽ ഞാൻ ആരൊക്കെയോ കൂടിയാണ് ഇരുന്ന് വന്നത്. അങ്ങനെ ഞാനൊരു മാങ്ങയൊക്കെ വാങ്ങിച്ച് കഴിച്ചു. നമ്മൾ നേരെ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് അവിടെ നല്ലൊരു സൺഫ്ലവർ. ആൻഡ് ഗായ്സ്, ഇവിടുത്തെ റോഡൊക്കെ മോനെ പറപ്പിച്ച് വിടാം. നമുക്ക് നമ്മളെ വണ്ടിയൊക്കെ 120-ൻ്റെ അബൌവിലാണ് പോയത്. കാരണം അത്രയും നല്ല അടിപൊളി റോഡായിരുന്നു. അങ്ങനെ വൈകുന്നേരമായപ്പോൾ നമ്മളൊരു ചായയും മുളക് മൂന്നുപേരും പ്ലാൻ ചെയ്തില്ല. ബാംഗ്ലൂർ പോയി അടിച്ചു. ഇതാണ് അച്ചു, ഇതാണ് കുട്ടേട്ടൻ. പിന്നെ ഞാനാരായിരിക്കും എനിക്ക് മനസ്സിലായിണ്ടാവും. അങ്ങനെ ഫൈനലി നമ്മൾ റൂമെത്തി. നമ്മൾ ഡിന്നർ കഴിച്ചിട്ട് നേരെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് പോകാൻ വിചാരിക്കും. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച പോലെ ബുക്ക് ചെയ്തിട്ട് ഇനി നമ്മൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക് പോകാം. കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൻ്റെ പ്രത്യേകത എന്താ അറിയോ? നോക്കൂ ഗൈസ്, വിലക്കുറവ്. ആൻഡ് ഇവിടെ നമുക്ക് ഭയങ്കര ചീപ്പ് റേറ്റിൽ സാധനങ്ങൾ കിട്ടും. കുറച്ച് വില പേശണം. അങ്ങനെ ഇവിടെ നിന്നാണ് ഞാനൊരു ലെഹങ്കയൊക്കെ എടുത്തു. അങ്ങനെ ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇസ്കോൺ ടെമ്പിൾ. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഇസ്കോൺ ടെമ്പിളിലേക്ക് പോകാം. അങ്ങനെ അവിടെ നമ്മളിങ്ങനെ തിലക് എന്ന് പറഞ്ഞൊരു സാധനം എല്ലാവരോടും അങ്ങനെ അതൊക്കെ തൊട്ട് നമ്മൾ പ്രസാദമൊക്കെ കഴിച്ച് ഗൈസ്, അങ്ങനെ നമ്മൾ തൊഴുത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ അതിൻ്റെ അടുത്തൊരു ലേക്കും പാർക്കും കൂടെയുള്ള കുറച്ച് സ്ഥലത്ത് അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. നല്ല ബ്യൂട്ടിഫുൾ സീനറി ആയിരുന്നു കേട്ടോ അവിടെയൊക്കെ. ആൻഡ് ഹിയർ കംസ് ദ തേർഡ് സ്പോട്ട്, ബാംഗ്ലൂർ പാലസ്. ഇതിൻ്റെ ഉള്ളിൽ ഫോട്ടോ. ആൻഡ് ഇതാണ് സ്പോട്ട് 4, ലാൽബാഗ് ലേക്ക്. ഇവിടെ അടിപൊളി ആംബിയൻസ് ആണ്. ഇത് ഒരുപാട് ഏക്കറോളം സ്ഥലമുണ്ട്. ചുറ്റും നടന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര മടിയായിട്ട് ഞാൻ അത്ര പേരൊന്നും പോയില്ല. ഗൈസ്, ഇപ്പോൾ നമ്മൾ ലാൽബാഗിലാണ്. അപ്പോൾ നമുക്കിങ്ങനെ കിളികളുടെ ഇങ്ങനെ ഷിർപ്പിംഗ് സൗണ്ട് കേൾക്കാം. അതിൻ്റെ കൂടെ വേറൊരാളുടെ സൗണ്ടും കൂടി കേൾക്കാം. അതാർക്കും അറിയാം, എൻ്റെ അച്ഛൻ്റെ. This is spot 5, Mall of Asia. ഇവിടെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യണം. അതിന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ താഴത്തു നിന്ന് എന്തൊക്കെയോ ഒരു അനൗൺസ്മെൻ്റ് ഒക്കെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഈ കുട്ടീനെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ചൈൽഡ്ഹുഡ് ഓർമ്മ വന്നു. ഞാനിങ്ങനെ ഇരുന്നു വണ്ടിയിലിരിക്കുമ്പോൾ കാറ്റടിച്ചാൽ അപ്പം ഞാൻ ഉറങ്ങിപ്പോവും. അപ്പോൾ ഈ കുട്ടീനെ കാണുമ്പോൾ അമ്മയും പറയുന്നു എന്നെപ്പോലെ തന്നെ അത് ഉറങ്ങുന്നു.
പിന്നെ നമ്മൾ MG റോഡ് മെജസ്റ്റിക് അങ്ങനെ കുറച്ച് സ്ട്രീറ്റിലൂടെയൊക്കെ പോയി. പിന്നെ ബാംഗ്ലൂരിൻ്റെ മറ്റൊരു പ്രത്യേകത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, അവിടുത്തെ പബ്ബ്. സോ ഞാൻ ഫാമിലിയുടെ അതിനെക്കൊണ്ട് എനിക്കതൊന്നും തോന്നിയിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ അതൊന്നും എൻ്റെ വ്ളോഗിൽ പ്രതീക്ഷിക്കേണ്ട. ആൻഡ് ദിസ് ഇസ് സ്പോട്ട് 6. ഇതാണ് നമ്മുടെ ബ്രിഗേഡ് റോഡിൽ. And this is Tonic. Tonic is a brand of beverage that is popular in Bangalore. Tonic in Bangalore describes itself as Asia's biggest liquor mall and house. And guys, இதுதான் நம்ம முனி அண்ணன். இவர் இல்லாமல் நம்ம இந்த பெங்களூர் முழுசாக பார்க்க மாட்டேன். അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. സത്യം പറഞ്ഞാൽ തിരിച്ച് പോകാനേ തോന്നില്ല. തിരിച്ചു വരുമ്പോൾ നല്ല മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ അടുത്തുള്ളൊരു കടയിൽ കയറി ചായ ഒക്കെ കുടിച്ചു. പിന്നെ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് എത്തി. അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ടാറ്റാ.